മുനിസിപ്പാലിറ്റി അനണ്ട് രാജ്യാൻ ഒരിക്കലും LDFന് UDFനെ പിടിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചിരുന്നില്ല. ജെയിംസേ, എപ്പോഴെങ്കിലും താങ്കൾ വിചാരിച്ചിരുന്നോ മുനിസിപ്പാലിറ്റി പ്രകടമായിട്ട് ഒരു UDF? സാധാരണ മുനിസിപ്പാലിറ്റി UDFന് അനുകൂലമായിട്ടാണ് വരാറ്. കൊല്ലത്തെ ഡീറ്റെയിൽസ് ആണ്, പക്ഷെ അത് റീഡബിൾ അല്ല. അങ്ങനെ ഒന്നുകൂടെ ഇത് നമ്മൾ കുറച്ച് മൈക്രോ ലെവലിലേക്ക് പോവാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കോർപ്പറേഷൻസ് കണ്ണൂര്, എവിടെയാണ് കണ്ണൂര്? കണ്ണൂര് കാണുന്നില്ല. അല്ല, ഇത് കൊല്ലമാണ്. ഇവിടെ പറഞ്ഞോളൂ. കണ്ണൂര് ടോട്ടൽ 55, UDF 10, LDF 6. കൊച്ചി UDF 10, LDF 4. കൊല്ലം UDF 10, LDF 16. കോഴിക്കോട് UDF ഒന്നുമില്ല, LDF 4. BJP കൊച്ചിയിൽ 2ഇടത്തും, കൊല്ലത്തൊരു സ്ഥലത്തും, കോഴിക്കോട് ഒരു സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട LDF 27, UDF 7, BJP 5, മറ്റുള്ളവർ 3. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണ് കോർപ്പറേഷൻ സംബന്ധിച്ച്. ഇനി ഇതാണ്, അതായത് കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ വന്നിട്ടില്ല. 6 കോർപ്പറേഷനുകളിലെ 5ന്റെ ഫലം വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നു. ഇത് പ്രകാരം മൂന്നിടത്ത് LDF ലീഡ് ചെയ്യുന്നു. ഇപ്പൊ കൊച്ചിയിലാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു UDF ഇപ്പോഴും പിടിച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷൻ കൊച്ചിയാണ്. 11 സീറ്റ്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നു. LDF 140, UDF 113, ബ്ലോക്ക് പഞ്ചായത്ത് 45, 28. 5 തലങ്ങളിലും LDF ലീഡ് ചെയ്യുന്നു. ഡോക്ടർ ഐസക്, ഒരു മേൽക്കോയ്മ സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്, പറയാൻ പറ്റും. കാരണം 4 ജില്ലാ പഞ്ചായത്തിലെ LDF ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വലിയ ശ്രദ്ധേയ മുന്നേറ്റം, അത് രാഷ്ട്രീയ ബലാബലത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഫലം പ്രഖ്യാപിച്ചത് ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ഫലം പ്രഖ്യാപിച്ചത്. നമ്മൾ വളരെ മുമ്പോട്ട് പോവുകയാണ്. ആദ്യത്തെ ഫലം പ്രഖ്യാപിച്ചതില് 4 LDFന് പഞ്ചായത്ത്, 1 UDFന്. ഇതാണ് ലേറ്റസ്റ്റ്. മുനിസിപ്പാലിറ്റി ഫലം പ്രഖ്യാപിച്ചത് 1 LDFന്. ഇത്രയും ഫലപ്രഖ്യാപനം വന്നിട്ടുള്ളൂ. പേരുകൾ പറയാൻ പറ്റുമോ? മുനിസിപ്പാലിറ്റിയും ജില്ലകളും അത് പറയാൻ പറ്റണോ? 5 പഞ്ചായത്തിന്റെ പേര് പറയാൻ പറ്റുമോ? നമ്മുടെ കൺട്രോൾ റൂം നമ്മൾ ചോദിക്കുകയാണ്, നോക്കുകയാണ്. പക്ഷെ ഇത്രയും ഫലം നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മുനിസിപ്പാലിറ്റി പറയുന്നതായിരിക്കും അവർക്ക് പെട്ടെന്ന് എളുപ്പം. മുനിസിപ്പാലിറ്റി ഈ ഒരു മുനിസിപ്പാലിറ്റി ഏതാണ് കണ്ടെത്തുക വേഗം. ആന്തൂരായിരിക്കുമോ? ഐസക്ക് അതിലൊക്കെ ചുളുങ്ങിപ്പോയി. ഡിക്ലെയർഡ് ആയതുകൊണ്ട് വേറെ ഒരു സൂചക കാണാൻ വേണ്ടിയിട്ട് ഒരു സെഫോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ ഐസക്ക് 30-ൽ നിന്ന് 50-ലേക്ക് വരുന്നുള്ളൂ. അത് തീർച്ചയായും അങ്ങനെ പറഞ്ഞ ശതമാനത്തിലുണ്ടായിരുന്നത് ഇത് കട്ടക്കട്ടക്കാണ്. ഇതാ 37. മുനിസിപ്പാലിറ്റിയിൽ ഒരേപോലെ മുന്നോട്ട് പോവുകയാണ്. 37 ഇടത്ത് LDF, 37 ഇടത്ത് UDF. പക്ഷെ കോർപ്പറേഷനിൽ LDFന്റെ ആധിപത്യം അതുപോലെ തുടരുകയാണ്. 3 ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നു. 2 ഗ്രാമപഞ്ചായത്ത് BJPക്ക് 21, മറ്റുള്ളവർ 18. അത് വളരെ പ്രധാനമാണ്. അതായത് ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. വളരെ പ്രധാനപ്പെട്ട സൂചകം 10 ജില്ലകളിലെ ചന്ദ്രശേഖർ, നമ്മൾ ഇതിനെല്ലാം കൂടി ജില്ലയിലേക്ക് ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ 10 ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് ലീഡ്. 10 ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് ലീഡ്. ഇതിനെ നമ്മളൊന്ന് ക്രോഡീകരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഈ 3/4 മണിക്കൂർ പിന്നിടുന്നത് കൊണ്ട് വളരെ പ്രധാനമാണത്. ഈ ഒരു സമയം, അതായത് വാർഡിന്റെ ഇതാണ് വാർഡ്. നോക്കുക, വാർഡ് ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളെ വാർഡുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ പറയൂ സർ. 511 കണ്ടുപിടിക്കാൻ എവിടെയാണെന്ന് നോക്കുകയാണ്. 511 വാർഡുകളിൽ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. UDF 446, അതേഴ്സ് 96, BJP 84 ഉണ്ട്. അതേഴ്സിന്റെ സാന്നിധ്യം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർഡ് തിരിച്ചുള്ള കണക്കാണ്. മൊത്തം വാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നതാണ് നല്ലത്. എന്ന കാരണം വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ തത്സമയം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. 525 വാർഡുകളിൽ LDF, 454 വാർഡുകളിൽ UDF, 99 വാർഡുകളിൽ മറ്റുള്ളവർ, BJP 84. ബ്ലോക്ക് പഞ്ചായത്തില് 120 ഡിവിഷനുകളിൽ LDF, 80 ഡിവിഷനുകളിൽ UDF.
ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പറയുകയാണെങ്കിൽ 38 LDF, 29 UDF. ആന്റണി രാജു, ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒരുപക്ഷെ നിയമസഭാ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പ്രത്യേകിച്ച് ഒരു റിബൽ ശല്യവും ആർക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു UDF ഉണ്ടായിരുന്നില്ലല്ലോ പത്മജ? ഇല്ല, അതൊരു പൊളിറ്റിക്കൽ വോട്ടായിരുന്നു. പുതിയ ലീഡ് നില LDF 156 പഞ്ചായത്തുകളിൽ, UDF 126, BJP 21. വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ LDF മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതാ നിൽക്കുന്നു 39, 37. നേരിയ ഇത് രണ്ടിടത്ത് മാത്രം കൂടുതൽ. ജില്ലാ പഞ്ചായത്തുകളിൽ 8 LDF, 4 UDF, ഒരിടത്ത് BJP, ഒരിടത്ത് മറ്റുള്ളവർ. ആരാ മറ്റുള്ളവർ എന്നുള്ള കണ്ടെത്തണം. ഇതെനിക്ക് തോന്നുന്നു പ്രാഥമികമായിട്ടൊരു ജമാഅത്തെ ഇസ്ലാമി, SDPI അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ആദ്യ വാർഡുകൾ. അല്ലാണ്ട് രാജു, ഇനി താങ്കൾക്ക് 3/4 മണിക്കൂർ കഴിഞ്ഞു, താങ്കൾ ചോദിച്ചൊരു അവസരം കഴിഞ്ഞു, തിരുത്താനൊരു അവസരം. UDFന് വ്യക്തമായ മേൽക്കൈ 60+ എന്നുള്ള താങ്കളുടെ ഇന്നലത്തെ നിഗമനം ഒന്ന് തിരുത്താൻ പറ്റുമോ? തിരുത്തില്ല. തിരുത്താം. 60 ടച്ച് ചെയ്യില്ല. ആദ്യത്തെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ആദ്യത്തെ ഒരു സമ്മതം, അതായത് UDF 60 കടക്കുമെന്നുള്ള പ്രവചനം ആന്റണി രാജു പിൻവലിച്ചിരിക്കുന്നു. 60-ന് താഴേക്ക് പോകുന്നു എന്നുള്ളത്. ജെയിംസ്, അത് 50-ന് താഴേക്ക് പോകുമോ? അത് പറയാറായിട്ടില്ല. അജിത്തെ, LDF 50-ന് മുകളിൽ നിൽക്കും. LDFന് മേൽക്കൈ എന്നുള്ള ഒരു വാദത്തിലേക്ക് അജിത്ത് മുമ്പും പറഞ്ഞ കാര്യമാണ്. ഉടുവർ വിജയൻ ഒറ്റ വാചകം. 50-ന് മുകളിൽ പോകുന്നുള്ള ഉറപ്പാണ്. ഡോക്ടർ ഐസക്, താങ്കളുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത്. താങ്കളൊന്ന് പറ. 50-ന് മുകളിൽ പോകും. 50-ന് മുകളിൽ പോകും, ഉറപ്പ്. പുതിയ ട്രെൻഡ് 165 LDF, UDF 133. ചന്ദ്രശേഖരൻ ഒന്ന് വായിക്കാൻ എന്റെ തൊണ്ട പോകുന്നു. മറ്റുള്ളവര് 21 പഞ്ചായത്ത്, BJP 16 പഞ്ചായത്തിൽ. മറ്റുള്ളവരും BJP വളരെ കൂടുതലുണ്ട്. താരതമ്യേന തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്നതിലും കൂടുതൽ. ബ്ലോക്ക് പഞ്ചായത്തില് LDFന്റെ ആധിപത്യം തുടരുന്നു. 49 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF മുന്നിൽ, UDF 33 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുന്നിൽ. BJPക്ക് 2 അതിപ്പോ 1 മാറി. 2 മുന്നേറ്റമുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിൽ 8-4 എന്ന നിലയ്ക്ക് LDF ലീഡ് ചെയ്യുന്നു. നേരത്തെ കണ്ടത് തന്നെ BJP ഒരിടത്തും മറ്റുള്ളവർ ഒരിടത്തും. മുനിസിപ്പാലിറ്റി 40-38. മുനിസിപ്പാലിറ്റി പത്മജ, UDFനെ മറികടന്ന് LDF 40-38 എത്തിയിരിക്കുന്നു. കോർപ്പറേഷൻ 3-2 പോകുന്നു. തൃശ്ശൂരിന്ന് വരുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു മണിക്കൂറിൽ ചെറിയാൻ ഒരു LDF ഒരു ലീഡ് അല്ലെങ്കിൽ ഒരു മേൽക്കൈ സ്ഥാപിച്ചു എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് കാരണം ഒരു അഴിമതി വിരുദ്ധ, വർഗീയ വിരുദ്ധ തരംഗം. അല്ല, അതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണ്. തരംഗമാണെന്ന് പറഞ്ഞാൽ 30-ൽ നിന്ന് 50-ലേക്ക് വന്നില്ലേ? 30-ൽ നിന്ന് 50-ലേക്ക് വന്നില്ലേ? കാലത്തിന് മുമ്പേ ചെറിയ വലിപ്പ് പറക്കുന്നതിന് ഒരുപാട് അപകടം ഉണ്ടെന്ന് ഞങ്ങളെ പോലുള്ള ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. കാലത്തിന് മുമ്പേ മുൻകൂട്ടി കാണുകയാണല്ലോ വേണ്ടത്. ശരി. ഒപ്പം തന്നെ പഞ്ചായത്തുകളിൽ BJPയുടെ സാന്നിധ്യം ശക്തമാണ് എന്നുള്ളതും കൂടി വിലയിരുത്തേണ്ട ഘട്ടമാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും UDF പിന്നോട്ട് പോകുന്നത് ആന്റണി രാജു ഒരു അസ്വസ്ഥത. ഞാൻ ഒരു ലാർജർ പൊളിറ്റിക്കൽ ഫ്രെയിമാണ്. ഗ്രാമപഞ്ചായത്തുകൾ വിടുക, അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ വിടുക, മുനിസിപ്പാലിറ്റികൾ വിടുക, അവിടെയൊക്കെ റിബൽ എന്നുള്ള ഒരു ഫാക്ടറുണ്ട്. പക്ഷെ ബ്ലോക്ക്, ഡിസ്ട്രിക്ട്, ആന്റണി രാജു അല്ല, ഇത് പക്ഷേ ഒരേ സമയത്ത് 3 ബാലറ്റ് ബോക്സ് അടുത്ത് വെച്ചിട്ട് ഒരേ ട്രെൻഡിൽ ചെയ്യുന്നതല്ലേ. അല്ല, ഗ്രാമപഞ്ചായത്തിലെ ഒരു പൊളിറ്റിക്സ് അതല്ലാന്നുള്ള പത്മജ പറഞ്ഞു തരും. പത്മജ ഒന്ന് പറഞ്ഞു കൊടുക്കും. മുഴുവൻ കോർപ്പറേഷനിലെയും സൂചന ആദ്യം വന്നു 4-2 LDF. അല്ല, ഞാൻ ഡോക്ടർ എന്ന് വെച്ചാൽ അത് തൃശൂർ LDF ലീഡ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തൃശൂർ LDF ലീഡ് ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന്റെ മേൽക്കോയ്മ, ഗ്രാമപഞ്ചായത്തിൽ വ്യക്തമായ ഇടതുപക്ഷ ലീഡ്, ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ലീഡ്. മുനിസിപ്പാലിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും LDF വ്യക്തമായ ലീഡ് സ്ഥാപിച്ചിരിക്കുന്നു. ആന്റണി രാജു ഒറ്റ വാചകം, KM മാണിക്ക് പോകേണ്ടി വരുമോ? KM മാണി ഇതുമായിട്ട് ലീഡില്ലായ്മയും തമ്മിൽ ബന്ധമുണ്ടായിട്ട് ബന്ധപ്പെട്ടത് ഇന്നലെ ജെയിംസും അജിത്ത് പറഞ്ഞില്ലേ? എന്തായിരുന്നാലും ഇതിലൊരു തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രശ്നം വീണ്ടും UDFൽ വ്യക്തമായി. പത്മജ, ആദ്യം തല ആരെയായിരിക്കും അറക്കുക? അറിയാലോ,
അല്ല അങ്ങനെയൊന്നും പറയാനായിട്ടില്ല ഈ പറഞ്ഞ ആ, ഓക്കേ. പത്മജ വളരെ അല്ല പത്മയുടെ ഒരുപാട് തലകളുണ്ടെന്നുള്ളതാ. ആദ്യത്തെ തല രാജു അവിടെ ദാസ് ആദ്യത്തെ തലേ ചോദിച്ചുള്ളൂ. ആദ്യത്തെ തലയുള്ളൂ. രണ്ടാമത്തെ തല ചോദിച്ചു. ആന്റണി രാജുവിന്റെ ഒച്ചയൊക്കെ ഒന്ന് കുറഞ്ഞു. രാജു അങ്ങനെയൊന്നും പറയുന്ന ഓക്കെ ഓക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു. ദിവസം കൊണ്ടൊന്നും കുറയില്ല. ഇതാ LDF ചന്ദ്രശേഖർ ഇവിടെ നോക്കി വായിക്കൂ. ഇതാ വളരെ പ്രധാനപ്പെട്ട ലീഡ്. ഇപ്പൊ കോർപ്പറേഷൻ 3-3 തുല്യം. എവിടെയോ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് 188 LDF, UDF 147, BJP 16. ശോഭ BJP ഒരുപക്ഷെ ആ ഇട്ട ലീഡ് എന്ന കാരണം വെച്ചാൽ ആ നിലനിർത്തി പോവുകയാണ്. ഒരു എന്താ പറയുക 20% എന്നുള്ള അല്ലെങ്കിൽ 10% എന്നുള്ള കണക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ ഒരു മത്സരിച്ചത് ആ ലെവലിൽ തന്നെയാണ്. 12% ഒരുപക്ഷെ ലോകസഭയിലൊക്കെ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടിന്റെ ഒരു റിഫ്ലക്ഷൻ ഗ്രാമപഞ്ചായത്തിനും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. വിറ്റൊന്നും പറയില്ല. ഈ രണ്ട് മുന്നണികളും തരാതരം പോലെ പല പ്രദേശങ്ങളിലും ഞങ്ങളുടെ മുന്നേറ്റത്തെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രയോ എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ അതിജീവിച്ചിട്ടാണ് മുന്നിലെത്തി. മുനിസിപ്പാലിറ്റി ഞാൻ എന്തായാലും തുടക്കം മുതൽ തന്നെ മുനിസിപ്പാലിറ്റി നമ്മുടെ എല്ലാ അനാലിസിസിലും മുനിസിപ്പാലിറ്റിയിൽ UDFന് ഒരു ലീഡ് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കാണ്. അത് മാറുമെന്നുള്ള എനിക്കറിയില്ല. എന്നുവെച്ചാൽ മുനിസിപ്പാലിറ്റികളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. UDFന് എക്കാലത്ത് വേറെക്കുറെ ഒരു മുൻതൂക്കം ഉള്ളതാണ്. പക്ഷേ എന്നെ അസ്വസ്ഥരാക്കുന്ന ഒരു പക്ഷേ എൻ്റെ കണക്കുകൾ മാറുന്ന ഈ ജില്ലാ പഞ്ചായത്തുകളിലുള്ള വലിയ ഒരു അന്തരമാണ്. അതായത് ഒരു നിയമസഭാ മണ്ഡലത്തെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്തിയാൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ കണ്ടസ്റ്റ് നടന്ന സ്ഥലങ്ങളിൽ UDF ഗണ്യമായി പുറകോട്ട് പോകുന്നതാണ് പത്മജ ഒരുപക്ഷെ താങ്കളെ അസ്വസ്ഥയാക്കുന്നത്. തൃശ്ശൂർ സിറ്റി സീറ്റിൽ ആര് ജയിക്കുന്നു എനിക്ക് നോക്കണം. എന്നാ കാരണം വെച്ചാൽ പത്മജയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന സീറ്റാണത്. ഞാൻ കാണാത്ത നിങ്ങൾ കണ്ടല്ലോ, എന്തായാലും നന്നായി. ശരിയാണോ അല്ലയോ? തീർച്ചയായും കണ്ടോ. അതാണ് അച്ഛന്റെ തട്ടകല്ലേ. അതെ, അതായത് തേറമ്പിലെ സീറ്റിലല്ലേ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. വയസ്സായി മാറ്റിയില്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരും. പത്മജയ്ക്ക് സീറ്റ് ഇവിടെ തന്നെ കൊടുത്തു. പത്മജയ്ക്ക് സീറ്റ് നമ്മളെ വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കൈരളി സീറ്റ് കൊടുക്കുകയാണ്. പറയൂ. അല്ല ബ്രിട്ടാസ് പറഞ്ഞ സൂക്ഷിക്കണട്ടോ, ഇത് അപകടം ചെയ്യും. ഇപ്പോഴേ കൊല്ലാൻ ഒരിക്കലും പത്മജ ഇന്നേ വരെ ഒരു അപകടം എന്നെ കൊണ്ട് ശരി. ചന്ദ്രശേഖർ ഇതാ പുതിയ അപ്ഡേറ്റിംഗ് വന്നിട്ടുണ്ട്. LDF 198 പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ LDF ലീഡ് ചെയ്യും. LDF വീണ്ടും തിരിച്ചു വന്നു. പക്ഷെ കോർപ്പറേഷൻ 3-3 എന്ന നിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആനന്ദ് രാജു, ഈ ഒരു നിമിഷത്തിൽ ഒറ്റ വാചകം, അതായത് ഗ്രാമപഞ്ചായത്തുകൾ സ്റ്റഡി ആയിട്ട് LDF ഒരു 20% വ്യത്യാസം. അല്ല ബ്രിട്ടാസ് 2010 ഒഴിച്ചാൽ എല്ലാ കാലത്തും LDF ആണ് സ്ഥിരമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ലീഡ് ചെയ്തിട്ടുള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ BJP ഒരു സീറ്റ് നേടിയിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ ശോഭ പ്രതീക്ഷിച്ചല്ലെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഷോക്ക് പോലെ മുഖത്ത് കണ്ടു. അല്ല, ഒരു ഷോക്കുമില്ല. കേരളത്തിൽ പലർക്കും ഷോക്ക് ഉണ്ടാവും ഇന്ന് ഒരു എല്ലാ റിസൾട്ടും വരും. ഇനി അവസാനം പറയാൻ പോകുന്നവർക്ക് തോമസ് സാറിന് ഒരു വാക്ക് പറയും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം നിലനിർത്തും എന്നാണല്ലോ ബ്രിട്ടാസ് പറഞ്ഞത്. സാറിന് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ BJP അക്കൗണ്ട് തുറന്നു. താങ്കൾക്ക് വേണ്ടി ഞാൻ പറയാം. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഈ തവണ എല്ലാ കുമ്പള തവണ ഉണ്ടായിരുന്നു. അതിൽ പുതുമയില്ല. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ? ഈ SNDP ബാന്ധവം ഉണ്ടായിട്ടും കഴിഞ്ഞ ലോക്സഭയിലെ പെർസെന്റേജ് നിലനിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ അർത്ഥം എന്താ? ജില്ലാ പഞ്ചായത്തിൽ LDF UDF ഒപ്പത്തിനൊപ്പം LDFിനുണ്ടായിരുന്ന മേൽക്കൈ 7-7. അതേസമയം ഗ്രാമപഞ്ചായത്തിൽ വ്യക്തമായ ലീഡ് LDFന്, ബ്ലോക്കിൽ വ്യക്തമായ ലീഡ് LDFന്, മുനിസിപ്പാലിറ്റിയിൽ നേരിയ ലീഡ് 42-38, കോർപ്പറേഷൻ സമാസമം. ഈ നിമിഷം കേരളത്തിന്റെ സൂചകം ഫലം ഇതാണ്. ഒരുപക്ഷെ വളരെ സംഭവജനകമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനത്തിലേക്കാണ് കേരളം പോകുന്നത്. തൃശ്ശൂര് UDF അല്പം മുമ്പോട്ട് കോർപ്പറേഷനിൽ കയറിയത് കൊണ്ടാണ് ഈ 3-3 എന്നുള്ള കണക്ക് വരുന്നത്. പത്മജ ആ തൃശ്ശൂരിലൊന്ന് ഊന്നിക്കോണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഭാവിയും ഭൂതവും ഒക്കെ അവിടെ കിടക്കാണ്. അവിടെ തോപ്പിച്ചെങ്കിൽ CN ബാലകൃഷ്ണ കാലം. ഇതാ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. കോർപ്പറേഷൻ 5-1, LDF 5, UDF 1. ലേറ്റസ്റ്റ് 5-1. ഐസക്കിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുനിസിപ്പാലിറ്റിയിലും LDF തന്നെയാണ് ഇപ്പൊ മുന്നിൽ 42. കോർപ്പറേഷൻ 5-1 വ്യക്തമായി നമ്മുടെ കൺട്രോൾ റൂമിലെ കണക്കും എല്ലാം കൂടെ ടാലി ചെയ്യുന്നുണ്ട്. ആ ഒന്നിപ്പോ കണ്ണൂരായിരിക്കും. ഓക്കെ 4-2 ചന്ദ്രശേഖർ. 4-2 ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നു. 4-2 വീണ്ടും വന്നിരിക്കുകയാണ്. ഒന്നും മുഴുവൻ വായിച്ചു. LDF
ഗ്രാമപഞ്ചായത്തിലെ LDF തന്നെയാണ് സുസ്ഥിരമായ മേൽക്കൈ നിലനിർത്തുന്നത്. 213 ഗ്രാമപഞ്ചായത്തിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. UDF 158, BJP 19, മറ്റുള്ളവർ 27. ബ്ലോക്ക് പഞ്ചായത്തിൽ 61-ലാണ് ഇപ്പൊ LDF ലീഡ് ചെയ്യുന്നത്. 45-ലാണ് UDF ലീഡ് ചെയ്യുന്നത്. 2 BJP ലീഡ് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് 6, 7 എന്ന നിലയ്ക്ക് തീർച്ചയായി കണ്ടിരിക്കുമ്പോൾ രാജു അങ്ങോട്ട് നോക്കിയ പ്രശ്നം. ഇതിന്റെ ഗുണം എന്താ അറിയാം, ഇവിടെ ആർക്കും കളവ് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇത് കാണിച്ചിരിക്കുക, ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആയി. ഡോക്ടർ ഐസക്, നിങ്ങൾ അതല്ലേ ട്രാൻസ്പെറൻസി ഇൻ അഡ്മിനിസ്ട്രേഷൻ ആണെന്നല്ലേ നിങ്ങൾ വാദിക്കാറുള്ളത്. ഞങ്ങൾ ട്രാൻസ്പെറൻസി ഇൻ ന്യൂസ് അതാക്കിയിരിക്കുന്നു. ഇതിന് വേറൊരു സ്ഥലത്തും ഇതുപോലെ ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. അത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും LDF ആണ് ലീഡ് ചെയ്യുന്നത്. 5 തലങ്ങളിലും കൗണ്ടിങ് 1 മണിക്കൂർ പിന്നിടുമ്പോൾ 5 തലങ്ങളിലും LDF-ന് ലീഡ്. ഗ്രാമപഞ്ചായത്തിൽ മേൽക്കൈ. BJP പ്രതീക്ഷിച്ചതിനേക്കാൾ ബെറ്ററായിട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ പെർഫോം ചെയ്യുന്നു. ഒപ്പം നഗരങ്ങളിൽ നല്ല മത്സരം നടക്കുന്നു. ഒരു ഘട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതായത് 2010 50.98% വോട്ട് പെർസെൻറ്റേജ് ആണ് UDF-ന് കിട്ടിയിരുന്നത്. അത് LDF-ന് 39.62% ആണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 2.3% ആണ്. ഇന്ന് നിങ്ങൾക്ക് വലിയ മഹാവൃക്ഷം നിങ്ങളുടെ കൂടെ ഉണ്ട്, വെള്ളാപ്പള്ളി വൃക്ഷം. ആ ഒരു വൃക്ഷത്തിന്റെ തണലിൽ മാത്രമല്ല ഞങ്ങൾ 33 സമുദായ സംഘടനകളുമായി ചർച്ച നടത്തിയിട്ട് വികസന അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ജനകീയ ബദൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൽപ്പറ്റ UDF നിലനിർത്തിയിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കൽപ്പറ്റ UDF നിലനിർത്തിയിരിക്കുന്നു. ചന്ദ്രശേഖർ, ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോ കോർപ്പറേഷൻ മാറി 5-1 എന്ന നിലയ്ക്ക് LDF-ന്റെ ആനുകൂല്യമായി 5-1. അതുപോലെ മുനിസിപ്പാലിറ്റി 43 എന്ന നിലയ്ക്ക് LDF ആധിപത്യം തുടരുന്നു. 36 UDF-നുള്ളൂ. ജില്ലാ പഞ്ചായത്തിലെ 7-ലും LDF ആണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്.